അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മക്കളെയും എഡ്യൂഫേസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അലിഫ് അറബിക് ടാലന്റ് എക്സാമിന്റെ UP വിഭാഗത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് അപ്ലോഡ് ചെയ്ത് ഒരുപാട് പേര് കണ്ടു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ ക്ലാസ് എന്താ വരാത്തെ എന്നൊക്കെ. അപ്പോൾ തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 കഴിഞ്ഞ വർഷം നടന്ന ഡിസ്ട്രിക്ട് ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെ നന്നായിട്ട് പഠിക്കുക നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ ബബിൾ ചെയ്യുന്ന രൂപത്തിലാണ് പരീക്ഷ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അതൊന്ന് സൂചിപ്പിക്കുക. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. യർജിഉ ദാരിസു ഡാഷ് അൽ മദ്റസതി എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ യർജിഉ മടങ്ങുന്നു, അദ്ദാരിസു വിദ്യാർത്ഥി മടങ്ങുന്നു, ഡാഷ് അൽ മദ്റസതി. അപ്പോൾ വിദ്യാർത്ഥി എവിടുന്നാ മക്കളെ മടങ്ങുക? സ്കൂളിൽ നിന്നാണ് അല്ലേ. അപ്പോൾ സ്കൂളിൽ നിന്ന് എന്ന് പറയുകയാണെങ്കിൽ ിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് എന്ന് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? മിൻ എന്നാണ് ചേർക്കേണ്ടത്. ഇനി അല എന്ന് പറഞ്ഞാൽ ഓവർ അല്ലേ, മുകളിൽ, ഓൺ, അപ്പോൺ എന്നൊക്കെയാണ് വരിക. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് വരിക. പിന്നെ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നൊക്കെയാണ് വരിക. അപ്പം മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, യർജിഉ ദാരിസു മിനൽ മദ്റസതി സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥി മടങ്ങിപ്പോകുന്നു. സ്റ്റുഡൻറ് റിട്ടേൺസ് ഫ്രം സ്കൂൾ എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ചോദ്യം, ഫി ഐ സനത്തിൻ വുലിദൽ ഇമാമു അബു ഹനീഫത റളിയല്ലാഹു അൻഹു. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ച വർഷം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഹിജ്റ 80 ആണ്. ഹിജ്റ 80 അതിൻ്റെ കറക്റ്റ് ഉത്തരം. അപ്പോൾ അബു ഹനീഫ ഇമാമു ജനിച്ചത് ഹിജ്റ 80 മൂന്നാമത്തെ ചോദ്യം, അൽ ഹിന്ദു മിൻ ഖാറത്തി ഡാഷ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഖാറത്തിന്റെ വേർഡ് മീനിങ് അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഭൂഖണ്ഡം, വൻകര എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഏത് കോണ്ടിനെന്റിലാണുള്ളത്? ആസിയ അല്ലേ, ഏഷ്യൻ കോണ്ടിനെന്റിലാണുള്ളത്. അപ്പോൾ ഏഷ്യൻ കോണ്ടിനെന്റിന് നമ്മൾ ആസിയ എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ അൽ ഹിന്ദു മിൻ ഖാറത്തി ആസിയ, ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ ഈസ് ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ് അല്ലേ, ഇന്ത്യ ഏഷ്യൻ കോണ്ടിനെന്റിലാണ്. അപ്പോൾ ആസിയ എന്നാണ് അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, നാലാമത്തെ ചോദ്യം എന്താ? ഐന ജജ്രി മിഹ്ർജാനു ഫുനൂനി തുല്ലാബി അല മുസ്തവ വിലായത്തി കേരള ഫി ഹാദിഹി സന. അപ്പോൾ യജ്രി എന്ന് പറഞ്ഞാൽ മക്കളെ നടക്കുക എന്നാണ്, നടക്കുക, ഒരു പരിപാടിയൊക്കെ നടക്കുന്നതിനാണ് യജ്രി എന്ന് പറയുക. പിന്നെ നമ്മളിവിടെ അറിയേണ്ടത് എന്താണ്? മിഹ്ർജാനു ഫുനൂനി തുല്ലാബി അല മുസ്തവ വിലായത്തി കേരള അല്ലേ. അപ്പോൾ കേരളത്തിലെ പിന്നെ സംസ്ഥാന എന്താ യുവജനോത്സവം അല്ലേ, സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ അല്ലെങ്കിൽ സ്കൂൾ കലാമേളയുടെ വേദി എവിടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. ഈ വർഷത്തത് പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിലവിൽ ഇതുവരെ അത് പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പം നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ കോഴിക്കോടാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്, കഴിഞ്ഞ വർഷത്തെ കലോത്സവം. ഇനി അഞ്ചാമത്തെ ചോദ്യം, മദ്റജുൻ മഅനാഹു എന്താണ്? മദ്റജ് എന്ന് പറയുന്ന ഈ വേർഡിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മദ്റജിന്റെ മീനിങ് എന്താണ്? റൺവേ എന്നാണ് കേട്ടോ, റൺവേ ആണ് മദ്റജിന്റെ മീനിങ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തരിൽ ജുംലത സ്വഹീഹ, ശരിയായ സെന്റൻസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ കുറേ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്? അൽ വാലിദു ഇലാ ദഹബൽ മസ്ജിദ്. ഇത് തെറ്റല്ലേ? അൽ വാലിദു വിദ്യാർത്ഥി, ഇലേക്ക് ദഹബ പോയി, മസ്ജിദ് പള്ളി, ശരിയാവൂല, അവിടെ ഓർഡർ ശരിയല്ല. പിന്നെ ദഹബ പോയി, ഇലൽ വാലിദു കണ്ട, പിന്നെ പിതാവിലേക്ക് പോയി, അൽ മസ്ജിദി പള്ളി, അത് തെറ്റാണ്. ദഹബൽ വാലിദു പിതാവ് പോയി, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. അപ്പോൾ ഈ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം,
റഹബ ഫിയൽ അല്ലേ, അതാണ് നമ്മളൊരു സെന്റൻസിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ റഹബ എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത ആള് അഥവാ ഫായിൽ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ രണ്ടാമത് കൊടുക്കണം. പിന്നെയാണ് നമ്മൾ ആ സെന്റൻസിൽ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് ഒരു സെന്റൻസിന്റെ കറക്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ ഇലാ റഹബ എന്ന് പറഞ്ഞാൽ പോയിലേക്ക് എന്നൊക്കെയാണ്, അതൊക്കെ തെറ്റായ സ്ട്രക്ചറാണ്. അൽ വാലിദു പിതാവ്, അൽ മസ്ജിദ് പള്ളി എന്നൊക്കെ പറഞ്ഞാൽ സെന്റൻസിന്റെ തെറ്റായിട്ടുള്ള ഓർഡറാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, അവ്വലു കിതാബിൻ ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിലെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മക്കളെ പഠിച്ചു വെച്ചോ, അറബി ഭാഷയിലെ ആദ്യത്തെ ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അൽ ഖുർആനാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇനി എട്ടാമത്തത്, മൻ സുഅമഉ KATF മിൻ ഹഉലാഇ. അപ്പൊ ഈ KATF കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന KATFന്റെ ഫുൾ ഫോം എല്ലാവരും പഠിച്ചു വെക്കുക. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അണ്ടർ KATF സ്റ്റേറ്റ് കമ്മിറ്റി എന്ന്. അപ്പൊ നിങ്ങൾ സിലബസ് നോക്കിയാൽ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ KATFുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ ആദ്യം എന്തറിഞ്ഞിരിക്കണം? KATFന്റെ ഫുൾ ഫോം അറിയണം, കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. പിന്നെ രണ്ടാമത് എന്തറിയണം? ഈ അലിഫ് അറബിക് ടാലന്റ് എക്സാം നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ KATF സ്റ്റേറ്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഈ എക്സാം നടത്തുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു അലിഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം, ഇതിന്റെ ഫുൾ ഫോം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫ്രണ്ട് ഫോഴ്സ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. അറബിക് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് ഫോഴ്സ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഇതൊക്കെയാണ് സംഘടനയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു, KATFന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളായിട്ട് ആരൊക്കെയാണ് ഇവിടെ താഴെ തന്നതിലുള്ളത്. അപ്പൊ നോക്കാം. ഒന്ന് M സ്വലാഹുദ്ദീൻ അൽ മദനി, 2 K മുഈൻ കുത്തി, പിന്നെ CH ഹംസ. ഇങ്ങനെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നാലാമത്തെ ഓപ്ഷൻ ജമീഉ മാ ദുക്കിറ, പറയപ്പെട്ട എല്ലാവരും, ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ജമീഉ മാ ദുക്കിറ, മുകളിൽ പറയപ്പെട്ട എല്ലാവരും. M സലാഹുദ്ദീൻ അൽ മദനി, K മുഈൻ കുട്ടി, CH ഹംസ, ഇവരെല്ലാവരും കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ ലീഡേഴ്സ് ആയിരുന്നു. ഇനി ആറാമത്തെ ചോദ്യം, അരിബ് അറബിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്കൂൾ ലീഡർ എന്നതിന്റെ അറബി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സ്കൂൾ ലീഡർ എന്നതിന്റെ അറബി എന്താണെന്നാണ് ചോദിക്കുന്നത്? അരീഫുൽ മദ്രസ. അരീഫുൽ മദ്രസ എന്നാണ് സ്കൂൾ ലീഡർ എന്നതിന് നമ്മൾ അറബി ഭാഷയിൽ പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഖ്തരിഷാദ അല്ലെ, ഇഖ്തരിഷാദ കൂട്ടത്തിൽ പെടാത്തത് ഓട് വണ്ണ് ഏതാണെന്ന് കണ്ടെത്തുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഖ്തരിഷാദ എന്നുള്ള ചോദ്യങ്ങൾ ഒന്നെങ്കിലും എന്തായാലും വരും. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹരിം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വാർദ്ധക്യമാണ്. മുസിന്നൻ എന്ന് പറഞ്ഞാൽ ഏജ്ഡ് പേഴ്സൺ ആണ്. പിന്നെ അജൂസ് എന്ന് പറഞ്ഞാലും അത് ഈ വാർദ്ധക്യ സമയത്ത് ഉണ്ടാകുന്ന ഒരു നമ്മുടെ ദൗർബല്യം, വീക്ക്നെസ് അല്ലെ, അനാരോഗ്യമൊക്കെയാണ്. അപ്പൊ ഈ ഹരിം എന്ന് പറഞ്ഞാലും മുസിന്ന് എന്ന് പറഞ്ഞാലും അജൂസ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? പ്രായവുമായി ബന്ധപ്പെട്ട, പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ആഴ്മ എന്ന് പറഞ്ഞാൽ അന്ധൻ എന്നാണ്. ഇതിന് പ്രായവുമായിട്ട് ബന്ധമില്ല, കണ്ണ് കാണാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ബാക്കി മൂന്നും പ്രായവുമായി ബന്ധപ്പെട്ട്, പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട കാര്യവും, ആഴ്മ എന്ന് പറഞ്ഞാൽ ഒരു ഡിസേബിലിറ്റിയുമാണ്. അപ്പൊ അതിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? ഓപ്ഷൻ ബി ആഴ്മയാണ്. ഈ 11ാമത്തെ ചോദ്യം, ഹദസത്ത് കാരിസത്തുൻ ത്വബീഇയ്യത്തുൻ ജാരിഫത്തുൻ ഫി വിലായത്തി കേരള വഫഖദൽ മിആത്തു മിനൽ അശ്ഖാസി ഹയാത്തുഹും സനത 2024. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? കാരിസത്തുൻ ത്വബീഇയ്യ അല്ലെ, ഒരു പ്രകൃതി ദുരന്തം, പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. ജാരിഫത്തുൻ വളരെ ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള, വിനാശകരമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഫി വിലായത്തി കേരള, നമ്മുടെ കേരള സംസ്ഥാനത്തിൽ. വഫഖദൽ മിആത്തു മിനൽ അശ്ഖാസി ഹയാത്തുഹും, നൂറുകണക്കിന് ആളുകൾക്ക് ജീവനൊക്കെ നഷ്ടപ്പെട്ടു 2024. അത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ പിന്നെ ചുറ്റുപാടിലും നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും അറിയാലോ, വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല മുതലായ പ്രദേശങ്ങളിലല്ലേ ഇത് സംഭവിച്ചത്. അപ്പൊ തന്ന ഓപ്ഷനിൽ മുണ്ടക്കൈ അല്ലെ, മുണ്ടക്കൈ ആണ് അതിൽ കറക്റ്റ് ആൻസർ. ഇനി 12ാമത്തെ ചോദ്യം, ഐന ഹഖീബത്തി
ഡാഷ് ഫാത്തിമത്തു ലിവാലിദിഹ. അപ്പൊ ഹക്കീബത്ത് എല്ലാവർക്കും അറിയാലോ, ബാഗ് ആണല്ലേ, ബാഗ്. അതിന് ഹക്കീബത്തി, വേർ ഇസ് മൈ ബാഗ്? ഡാഷ് ഫാത്തിമത്തുൻ ലിവാലിദിഹ. ഫാത്തിമ അവളുടെ ഉമ്മയോട്, മാതാവിനോട് ചോദിച്ചു എന്നല്ലേ ഇവിടെ വരേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ കാണുന്നുണ്ട്, ഇൻവെർട്ടർ കോമയൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫാത്തിമ അവളുടെ ഉമ്മയോട് ചോദിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പൊ അവിടെ സഅല എന്ന് തന്നിട്ടുണ്ട്, സഅല തെറ്റാണ്. സഅല ചോദിച്ചു എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ ഫാത്തിമ മുഅന്നസ് ആയതുകൊണ്ട്, സ്ത്രീലിംഗമായതുകൊണ്ട് സഅലത്ത് എന്ന് വേണം. അതുകൊണ്ട് സഅല തെറ്റാണ്. പിന്നെ ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. അത് പറഞ്ഞു എന്നല്ല, അത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ ചോദിച്ചു എന്ന് വേണം. ഖുൽതു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞതല്ല, ഫാത്തിമ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ സഅലത്ത്, ചോദിച്ചു അല്ലെ, സഅലത്ത്. അവിടെ ഫാത്തിമ മുഅന്നസ് ആയതുകൊണ്ട് സഅലന്റെ കൂടെ ഒരു താ ഇട്ട് കൊടുക്കുക. അപ്പൊ സഅലത്ത് എന്നാണ് കറക്റ്റ് ആൻസർ വരിക. ഇനി 13ാമത്തെ ചോദ്യം, മസ്മുൽ ഹംലത്തില്ലത്തി നഫ്ഫദത്ഹ ഹുകൂമത്തു കേരള ലിമുകാഫഹത്തിൽ മുഹദ്ദിറാത്ത്. അപ്പം മുകാഫഹത്തുൽ മുഹദ്ദിറാത്ത്, ഈ എന്താ പറയാ, ലഹരി വസ്തുക്കളെ തടയാനൊക്കെ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പേര് വിമുക്തി എന്നാണ്. വിമുക്തി എന്ന പദ്ധതിയാണ് ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. പക്ഷെ ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? ഈ ലഹരി വസ്തുക്കളുടെ കച്ചവടം മറ്റൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് പുതിയ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അപ്പൊ ഓപ്പറേഷൻ തൂഫാൻ എല്ലാവരും പഠിച്ചു വെക്കുക. മിക്കവാറും ആ ചോദ്യം എന്തായാലും വരുന്നതാണ്. ഒന്നുകിൽ സ്കൂള്, അല്ലെങ്കിൽ ജില്ല, ഉപജില്ല, ജില്ല, സ്റ്റേറ്റ് തലത്തിലൊക്കെ എന്തായാലും ആ ചോദ്യം വരും. അപ്പം ഓപ്പറേഷൻ തൂഫാനാണ് പുതിയ സർക്കാർ ലഹരി വസ്തുക്കളെ പിടികൂടാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി. ഇനി 14ാമത്തെ ചോദ്യം, യുസ്റുൻ എന്ന് പറഞ്ഞതിന്റെ വിപരീതം ഉസ്റുൻ എന്നാണ് ഓപ്പോസിറ്റ്. ഇനി ഹസീനത്തിന്റെ ഓപ്പോസിറ്റ് ഇവിടെ തന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഹസീനത്ത് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ്. അപ്പൊ എന്താണ്? കബീറത്ത് വലുതാണ്, അപ്പൊ ശരിയാവൂല. സ്വഗീറത്തുൻ ചെറുതാണ്, അതും ശരിയാകൂല. ഷുജാഅത്ത് ധീരതയാണ്, അതും ശരിയാകൂല. പിന്നെന്താണ്? ഫർഹാന അല്ലെ, സന്തോഷം. ഫർഹാനത്ത് എന്നുള്ളതാണ് ഹസീനത്ത് എന്നതിന്റെ വിപരീതം. ഇനി 15, മൻ അസ്സസ ജരീദത്തുൽ ഹിലാൽ. അൽ ഹിലാൽ എന്ന ജരീദ, അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാന്നാണ് ചോദിക്കുന്നത്. അൽ ഹിലാൽ പത്രം ആരംഭിച്ചത് അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദാണ് അൽ ഹിലാൽ പത്രം ആരംഭിച്ചത്. അപ്പോൾ അബുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. നവംബർ 11 അദ്ദേഹത്തിന്റെ ജന്മദിനം. അന്ന് വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ലാ തുസ്രിഫി ഡാഷ് വ ഇൻ കുന്ത അലാ നഹ്രിൻ ജാരിൻ. ലാ തുസ്രിഫി ഡാഷ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ അമിതമായിട്ട് ചെലവാക്കാൻ പാടില്ല, ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. വ ഇൻ കുന്ത അലാ നഹ്രിൻ ജാരിൻ, ഒഴുകുന്ന പുഴയിലാണെങ്കിലും എന്തോ ഒരു കാര്യത്തിൽ അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഒഴുകുന്ന പുഴയിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? അൽ മാ ആണല്ലോ, വെള്ളമാണല്ലോ. അപ്പം ഒഴുകുന്ന പുഴയിലാണെങ്കിലും വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ അൽ മാ ഇ എന്നാണ് ശരി ഉത്തരം. ഇനി 17ാമത്തെ ചോദ്യം, മനിൻ നബിയുല്ലദീ ഖതല ജാലൂത. ജാലൂത്തിനെ വധിച്ച പ്രവാചകൻ ആരാണ് എന്നാണ് ചോദ്യം. അതെല്ലാവർക്കും അറിയാലോ, ദാവൂദ് അലൈഹിസ്സലാമാണ് ജാലൂത്തിനെ വധിച്ചത് ദാവൂദ് അലൈഹിസ്സലാം. ഇനി ഹിന്ദ് സ്വരാജ് അല്ലഫ ഹാദൽ കിതാബ് ഡാഷ്. അപ്പൊ ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ്. ഇത് രചിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അതാരാണ്? മഹാത്മാഗാന്ധിയാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന കിതാബ് അല്ലഫ, രചിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അല്ലഫ എന്ന് പറഞ്ഞാല് രചിച്ചു എന്നാണ്. ഇനി 19ാമത്തെ ചോദ്യം, തഖഉ ജാമിഅത്തുൽ അസ്ഹർ ഫി ഡാഷ്. അപ്പൊ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, ജാമിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് അൽ ഖാഹിറ. എവിടെയാണ്? അൽ ഖാഹിറ, കൈറോയിലാണ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇനി മാഹുവൽ ഇസ്മുൽ ഹഖീഖി മലിക് ഷാജഹാൻ. ഷാജഹാന്റെ യഥാർത്ഥ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഷാജഹാന്റെ യഥാർത്ഥ പേര് ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്നാണ് കേട്ടോ. ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്നാണ് ഷാജഹാന്റെ യഥാർത്ഥ പേര്. അത് ഇവിടെ കൃത്യമായിട്ട് ഓപ്ഷനിൽ കാണിക്കുന്നില്ല. ഷിഹാബുദ്ദീൻ മുഹമ്മദ് എന്നാണ് ഷാജഹാന്റെ യഥാർത്ഥ പേര്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.